നമസ്കാരം, എല്ലാവർക്കും ജാഗ്രത ന്യൂസിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം പഞ്ചിക്കാട് ചോഴിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടുത്തെ എബ്രഹാം എന്ന് പറഞ്ഞ ചേട്ടൻ്റെ കൃഷിയിടത്തിലെ 500ഓളം മീൻ കുഞ്ഞുങ്ങൾ ഇന്ന് രാവിലെയോടെ ചത്ത നിലയിൽ തന്നെ കണ്ടെത്തിയിരിക്കുകയാണ്. നമുക്കിനി അതിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കാം. എബ്രഹാം, ഞാൻ ഇവിടെ ഇത് എൻ്റെ സ്ഥലമാണ്. ഞാൻ ഇവിടെ കൃഷിയും ചെയ്ത് ഇതിൻ്റെ കൂട്ടത്തിൽ മീനും വളർത്തി പശു വളർത്തൽ എല്ലാമായിട്ട് ഉപജീവനമാർഗമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതിപ്പം ഇന്നലെ രാവിലെ ഞാൻ നോക്കുമ്പോൾ ഒരു 3-4 മീൻ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നു. അതിനെ എടുത്ത് നമ്മൾ കളഞ്ഞു. അതിലൊരു മീനാണ് ഈ കിടക്കുന്നത്, ഈ കിടക്കുന്നുണ്ട് ആ മീൻ. എന്നിട്ട് ഇന്ന് രാവിലെ നോക്കുമ്പം ഈ ഉണ്ടായിരുന്ന മീൻ കംപ്ലീറ്റ് ചത്ത് പൊങ്ങി. ഞാനിപ്പം ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട്, നമ്മൾ നേരത്തെ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് ഈ മീനെ നമ്മുടെ ഇവിടെയുള്ള വള്ളത്തുള്ള അവിടുന്ന് ആ മീനെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നു. മിനിഞ്ഞാന്ന് പകലോ അല്ലെങ്കിൽ മിനിഞ്ഞാന്ന് രാത്രിയിലോ ആയിട്ടാണ് ഈ സംഭവം ചെയ്തിരിക്കുന്നത്. ആരായാലും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, കാരണം ഇത് വിഷം ഇടുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്താകാനാണ് സാധ്യത. അല്ലെന്നുണ്ടെങ്കിൽ ഈ മീനെല്ലാം കൂടെ ഇങ്ങനെ ഇപ്പം ഒരുമിച്ച് ആകത്തില്ല. ഞാൻ 500 മീൻ കുഞ്ഞുങ്ങളെ ഇട്ടതാണ്. അന്ന് നമ്മൾ അവിടുന്ന് വാങ്ങിക്കുമ്പോൾ ഒരു മീൻ കുഞ്ഞിന് 3 രൂപ വിലപ്രകാരം 500 മീനിനെ അവിടുന്ന് തന്നെ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഫാമിൽ നിന്ന് വാങ്ങിച്ച് കൊണ്ടിട്ട് ഇതിന് ഒരു മാസം തീറ്റയെന്ന് പറയുന്നത് നമുക്ക് ഒരു 1000 രൂപയോളം തീറ്റയ്ക്ക് തന്നെ ചിലവാകുന്നുണ്ട്. അങ്ങനെ ഇതിപ്പം 1 വർഷമായിട്ടുള്ള മീനാണ്. ഇതിനു മുമ്പ് ഞാൻ 2 പ്രാവശ്യം മീനെ പിടിച്ച് ഞാൻ വിൽക്കുകയും നമ്മുടെ ആവശ്യത്തിന് എടുക്കുകയും എല്ലാം ചെയ്തു. ഇതിപ്പം വിളവെടുക്കാനുള്ള സമയമായപ്പോഴാണ് ഇതിപ്പോൾ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഈ ചുറ്റുവട്ടത്തുള്ളവരൊക്കെ എല്ലാം നമ്മുടെ പരിചയക്കാരും നമുക്ക് ദോഷം ചെയ്യുന്നവരാരും ഇവിടെ ഇല്ല. ഇപ്പം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിൽ വന്ന് നോക്കുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വരാമെന്ന് ഏറ്റിട്ടുണ്ട്. ഇന്ന് മാഡം നാളെ അവധിയാണ്. അപ്പോൾ നാളെ മറ്റന്നാൾ രാവിലെ അപ്പോൾ മാഡം വെള്ളം ടെസ്റ്റ് ചെയ്യാനായിട്ട് അവിടെ അതിനുള്ള അറേഞ്ച്മെൻറ്റൊക്കെ മാഡം ചെയ്തു തന്നു. പുള്ളിക്കാരത്തിയുടെ പേര് ദീപ മാഡം ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എന്നെ ഞാൻ രാവിലെ തന്നെ പുള്ളിക്കാരത്തെ വിളിച്ച് പറഞ്ഞു. അന്നേരം തന്നെ മാഡം അന്നേരം മുതലുള്ള സ്റ്റെപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ പോലീസ് സ്റ്റേഷനിൽ ചിങ്ങവനം പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് പരാതിപ്പെട്ടിട്ടുണ്ട്. അല്ല കൂടാതെ കൃഷിഭവനിൽ പറഞ്ഞിട്ടുണ്ട്, പഞ്ചായത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എല്ലാം നമ്മൾ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്.